ഉമർ തങ്ങൾ കടന്നു വരുമ്പോ ഹംസ തങ്ങൾ ഉമർ തങ്ങളെ തടയുകയോ നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുകയാ, കേറി വാ ഉമറേ, അകത്തേക്ക് വാ ഉമറേ, എന്റെ ചാരത്തേക്ക് വാ ഉമറേ എന്നതാ ഉമർ തങ്ങളോട് പറയുമ്പോ ഉമർ തങ്ങൾ കടന്നു വരികയാ. എല്ലാവരും അതാ തറങ്കലിക്കുകയാ. ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ, ആകാശത്തിലേക്ക് വലിച്ചെറിയുകയാ. നബി തങ്ങളുടെ കൈപിടിക്കുകയാ. നബി തങ്ങളോട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, ഉമർ നിന്നെ കള്ളു വേണ്ട നബിയേ, ഉമർ നിന്നെ പെണ്ണ് വേണ്ട നബിയേ, ഉമർ നിന്നെ കള്ള് വേണ്ട നബിയേ, ഉമർ നിന്നെ ഹറാമ് വേണ്ട നബിയേ, എനിക്ക് കള്ള മതി നബിയേ, എനിക്ക് അങ്ങ് മതി നബിയേ, എനിക്ക് റസൂലുള്ള മതി നബിയേ, എനിക്ക് ഇന്ന് തിന്മകൾ വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ. ഒരു കാലഘട്ടത്തില് നബി തങ്ങളുടെ തലയെടുക്കാൻ കടന്നുപോയ ഹത്താമിന്റെ മകനാകുന്ന ഉമർ ഇന്നെ പ്രിയമുള്ളവരെ കിടക്കുന്നത് എവിടെയും അറിയോ? മദീനത്ത് പോയവരെ, മദീനത്ത് പോയവരെ, റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ കണ്ടവരെ, ഉമർ തങ്ങൾ കിടക്കുന്നതെവിടാ? മദീനത്ത് ചെല്ലുമ്പോ ബാബു സലാം എന്ന് പറയുന്ന ഒരു വാതിൽ കിടക്കുന്നുണ്ട്. ആ ബാബു സലാമിലൂടെ അതാ നമ്മളാ പ്രവാചകന്റെ ചാരത്ത് കടന്നു ചെല്ലുമല്ലോ. ആ പ്രവാചകന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ആദ്യത്തെ സലാം പറയുമല്ലോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ ചാര സലാം പറഞ്ഞിട്ടു രണ്ടാമതൊരു സലാം പറയാറുണ്ട്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത്തെ സലാമതാ പറഞ്ഞതിന് ശേഷമുണ്ടല്ലോ, അല്ലാഹുവേ അബൂബക്കർ തങ്ങളുടെ ചാരയുണ്ടല്ലോ, കിടക്കുന്നതാരാ, കിടക്കുന്നതാരാ? അതല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാമാകുന്ന ഉമർ തങ്ങളാണല്ലോ. അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ഈശ്വരമംഗല മക്കാമുറൂസ് ഒരു മാറ്റമാ ചെറുപ്പക്കാരോ. ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവര് ഒരു മാറ്റം കടന്നു വരുന്നതാ. ഉസ്താദേ, ഒരുപാട് തിന്മകൾ ചെയ്തു ഉസ്താദേ, ഒരുപാട് ഹറാമുകൾ ചെയ്തു ഉസ്താദേ, അതെല്ലാം ഈ മക്കാമിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവോട് ഏറ്റുപറയാൻ പോകുകയാ. നാദാ പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്.